സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നതിനിടെ ഹൈക്കമാൻഡുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ച തുടരുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാതെ കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ളവർ. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ പുതിയ പ്രസിഡന്റ് വന്നിട്ടും കോൺഗ്രസിലെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റവുമില്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവരുടെ തമ്മിലടിയും ഗ്രൂപ്പ് പോരുമൊക്കെ അതേ രീതിയിൽ തുടരുന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണോ സുധാകരൻ അടക്കമുള്ളവർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? മനു, തീർച്ചയായും ഈ കോൺഗ്രസിലെ സംസ്ഥാന ഘടകത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസിലെ വിവിധ നേതാക്കൾ വലിയ വിമർശനം ഉയർത്തുക അല്ലെങ്കിൽ ഒരു അതൃപ്തിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നും വിവാദങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗം AICCയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട യോഗം പുരോഗമിക്കുകയാണ്. അതേസമയം മുൻ അധ്യക്ഷൻ, അതായത് KPCCയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു അതൃപ്തി നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കെ മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരൊക്കെ തന്നെയും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പ്രധാനമായും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ യോഗത്തിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും വിട്ടുനിൽക്കുന്നത്. ഇത് കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതേസമയം പുതിയ നേതാക്കൾക്കൊക്കെ തന്നെയും ഹൈക്കമാൻഡ് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രധാനമായും വരുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ നടക്കുന്നതായാലും വിവിധ നേതാക്കൾ, അതായത് മുമ്പുണ്ടായിരുന്ന KPCCയുടെ അധ്യക്ഷന്മാരൊക്കെ തന്നെയും ഈ യോഗത്തിൽ നിന്നും പങ്കെടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി തന്നെ തുടരുകയാണ്. നിലവിൽ ഇപ്പോഴും യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുല്ലപ്പള്ളി ഒന്നും സമീപകാലത്ത് സീനിൽ ഇല്ലാതിരുന്ന നേതാക്കന്മാരാണ്, കോൺഗ്രസ്സുകാർ തന്നെ ഗൗനിക്കാതിരുന്ന നേതാക്കന്മാർ കൂടിയാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ സുധാകരനൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞത് പടക്കുതിരയെ പോലെ മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞു പോയ കെ സുധാകരനടക്കം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ഈ പുറത്തു പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ് കടന്നു പോകുന്നത് എന്നാണോ ഈ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ തന്നെ സണ്ണി ജോസഫിന്റെ മുൻപിലേക്ക് എത്തുന്നത്? മനു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും വലിയ വിമർശനവുമായി രംഗത്തെത്തുന്നത് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും VD സതീശൻ അടക്കമുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം KPCCയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ വലിയ വിമർശനവും കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും നിലവിൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ വിമർശനം ഉയർത്തുകയും പിന്നീട് നേരത്തെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഈ സ്ഥാനാരോഹണ ചടങ്ങിലടക്കം വിവിധ നേതാക്കൾ വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വലിയ ഒരു KPCC മാറ്റത്തിൽ താൻ വലിയ തൃപ്തനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കെ സുധാകരൻ പോലും ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വെട്ടിലാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ്. ശരി, നമുക്ക് നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. നമുക്ക് അബ്ദുൾ റഷീദ്, ഹൈക്കമാൻഡ് വിളിച്ച നിർണായകമായ യോഗമാണ്. ആ യോഗത്തിലാണ് കെ സുധാകരനും കെ മുരളീധരനും VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒന്നും പങ്കെടുക്കാതിരിക്കുന്നത്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.